ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിന്റെ പേരിൽ നടത്തിയ ശുദ്ധികലശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിയമവിദഗ്ധർ. ശുദ്ധികലശം നടത്തിയത് ആർട്ടിക്കിൾ 17 അനുസരിച്ച് അയിത്തത്തിന്റെ നിരോധിത പരിധിയിൽ വരും. വനിതകൾ കയറിയതിന്റെ പേരിൽ ശുദ്ധികലശം നടത്തിയത് തന്ത്രിയുടെ അധികാരം റദ്ദാക്കാനും 6 മാസം വരെ തടവ് ലഭിക്കാനും ഉതകുന്ന കുറ്റമാണെന്നാണ് വിലയിരുത്തൽ. ആർട്ടിക്കിൾ 25-ന്റെയും കേരള ഹിന്ദു ആരാധന പൊതുയിട നിയമപ്രകാരത്തിന്റെയും ലംഘനമാണ് ശുദ്ധികലശത്തിലൂടെ നടന്നതെന്നാണ് വിദഗ്ധാഭിപ്രായം. ആരാധനയ്ക്കായുള്ള പൊതുയിടത്തിന്റെ പരിധിയിൽ വരുന്ന ആരാധനാലയമാണ് ശബരിമല. അയിത്താചരണത്തിന് പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ 3, 4, 7 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ ലഭിക്കാൻ കാരണമാകും. മതപരമോ ആചാരപരമോ ആയ ഏതൊരു കാരണം കൊണ്ടാണെങ്കിലും ഇത്തരത്തിൽ അയിത്തം ആചരിച്ചാൽ 6 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെടാം. മറ്റു ഭക്തർക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും യുവതികൾക്കും ഉണ്ടായിരിക്കെ അയിത്താചരണം നടത്തിയത് അറിയുന്ന നിമിഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സുപ്രീം കോടതി വിധിയെ നഗ്നമായി ലംഘിച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ ഇവർ അയിത്തം ആചരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കേണ്ടതുണ്ട്. ശബരിമലയിൽ കയറിയ സ്ത്രീകളിൽ ഒരാൾ ദലിത് വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നതും പ്രധാനമാണ്. മാത്രമല്ല, യുവതീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി പ്രകാരമാണ് യുവതികൾ ശബരിമലയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ശുദ്ധികലശം നടത്തിയത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാകാനും ഇടയാകും. ഇത് ചൂണ്ടിക്കാട്ടി നിയമപോരാട്ടം നടത്താൻ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന വിവിധ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1